ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം യൂട്യൂബ് ആണ് ജിങ്ങിനെ അവൻ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഇവൾക്ക് പഠിപ്പിച്ചു തരാൻ സമ്മതിച്ചാണ്. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി പിന്നീട് അവന്മാരുടെ കൂടെ ഒരുമിച്ച് ഗെയിം കളിക്കുമ്പോൾ അവൻ ഇവൾക്ക് കുറെ അഡ്വൈസ് ഒക്കെ തന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും പെട്ടെന്ന് എന്തുവാ അവൾക്ക് ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ സംശയത്തിൽ ചോദിക്കുമ്പോൾ അവളാണ് ഇവളുടെ കോച്ചായിട്ട് അവനെ ചൂസ് ചെയ്തേക്കോന്ന് പറയും. എന്നിട്ട് അവൾ ഇവന്മാരുടെ കൂടെ ഗെയിം കളിച്ചതിന് ശേഷം അവൾ വീണ്ടും ഒറ്റയ്ക്ക് സോളോ മാച്ച് കളിച്ചു നോക്കും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് തന്നെ ഗെയിമിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഫീൽ ആയി തുടങ്ങി. അങ്ങനെ അതിനുശേഷം ഇവളും അവന്മാരോടെ ഗെയിം കളിച്ച് റീപ്ലേ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവൾക്ക് 2-3 കില്ല് കിട്ടിയിട്ടുള്ള കാരണം മനപ്പോറ് യൂട്യൂബ് ഇവൾക്ക് വേണ്ടി വിട്ടെന്നുണ്ട് അത് മനസ്സിലാവും. കാരണം അവൻ എനിമി ഷൂട്ട് ചെയ്യാതെ സൈഡ് ചുമ്മാ നിന്നോണ്ടിരുന്ന ഇവൾക്ക് കില്ല് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് അത് മനസ്സിലാക്കി അവളും മനപ്പോറല്ലേ എനിക്ക് ആ കില്ലെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയക്കുമ്പം അവൻ ആ മെസ്സേജ് കണ്ടിട്ട് അവൻ എന്തായാലും ചുമ്മാ കളിക്കാന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവൾക്ക് വേണ്ടി വിട്ടെന്ന് പറയും. അങ്ങനെ ഈ മെസ്സേജ് കണ്ട് അവൾക്ക് മൊത്തത്തിൽ അങ്ങ് സന്തോഷമാകും. അങ്ങനെ അതിനുശേഷം ഇവളുടെ മാനേജർ ഇവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പം അവൾ ഫുൾ സമയം ഇപ്പൊ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന അവരാണ് നല്ലോണം കോമ്പറ്റീഷന് വേണ്ടി നീ പ്രാക്ടീസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അവരൊരു സന്തോഷത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവളാണ് തൽക്കാലം ഇവൾക്കൊരു അടിപൊളി കോച്ചിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു കേട്ട് നല്ലോണം കളിക്കാൻ തുടങ്ങി എന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവരും എന്റെ ഹസ്ബൻഡിനെക്കാളും നല്ല കോച്ച് കിട്ടിയെന്ന് പറഞ്ഞ് അതാരും ചോദിക്കുമ്പോൾ ഇവളാണ് ഓൺലൈൻ അറിയുന്ന ഒരു ഫ്രണ്ടാന്ന് ഇവരോട് പറയും. അതുകൊണ്ട് തന്നെ അവരും അവൻ നല്ലോണം കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി എങ്കിൽ പിന്നെ ഇത് ഇവൾക്ക് നല്ല യൂസ് ആകും പറഞ്ഞ് തൽക്കാലം ഇവൾ ആരാന്നറിയാത്തോണ്ട് വലിയ പ്രശ്നമൊന്നും കാണത്തില്ലെന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും അവൻ നേരിട്ടൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇവൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ഇവൾ ആ പറഞ്ഞു കേട്ടിട്ട് സത്യത്തെ അവനെ നേരിട്ട് വിളിപ്പിച്ച ഒരു കോച്ചാക്കിയില്ലെന്ന് പറഞ്ഞ് ഇവൾ ആഗ്രഹിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവളുടെ കൂട്ടുകാരോട് മെസ്സേജ് നമ്മുടെ കൂടെ പഠിച്ച പഠിപ്പിച്ചിട്ടൊക്കെ ഇപ്പൊ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഇവൾ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാൻ നോക്കുമ്പോൾ കൂട്ടുകാരിയും എല്ലാവരും പേരും പറയും. പക്ഷെ യൂട്യൂബ് മാത്രം പറയത്തില്ല. അതുകൊണ്ട് അവളും ഇനി നാണക്കേടം നോക്കണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബ് എന്തോ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയാണ് ആദ്യം അങ്ങ് ചോദിച്ചാൽ പോലെ എന്ന് പറഞ്ഞിട്ട് അവനേതോ സ്പേസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോഴാണ് അവളും അപ്പൊ അവൻ ഫിനാൻസ് പഠിച്ചിട്ട് നേരിട്ട് അവൻ ഇഷ്ടപ്പെട്ട ജോലിക്ക് തന്നെ പോയോന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി അടുത്തായിട്ട് അവൻ ഇതിനു മുമ്പ് സ്കൂൾ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ഇവൾക്ക് അയച്ചു കൊടുക്കും. അപ്പോഴാണ് ഇവളത് വായിച്ചു നോക്കുമ്പോൾ യൂട്യൂബിന്റെ അച്ഛന്റെ കമ്പനിയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും എയർ പ്യൂരിഫയർ വിറ്റോണ്ടിരിക്കുക. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആരാണ്ടത് വാങ്ങിച്ച് എന്തോ കംപ്ലൈന്റ് വന്നോണ്ട് യൂട്യൂബ് ആയിരിക്കും നേരിട്ടെന്ന് അത് ശരിയാക്കി കൊടുത്ത. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും ഈ മെത്തേഡ് വഴി തന്നെ അവനെ വീട്ടിൽ വരുത്തിപ്പിക്കാന്ന് വിചാരിച്ച് ഇവൾ അന്ന് രാത്രി ഗെയിം കളിക്കുമ്പോൾ അവന്റെ അച്ഛന്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച എയർ പ്യൂരിഫയറിനെ കുറിച്ച് ഇവന്മാരോടൊക്കെ മനഃപൂർവ്വം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ പറയുന്ന കമ്പനിയുടെ പേരായിട്ട് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അത് നമ്മുടെ യൂട്യൂബിന്റെ അച്ഛന്റെ കമ്പനിയിലെന്ന് പറഞ്ഞ് ഇവൾ അതാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അത് യൂട്യൂബിന്റെ അച്ഛന്റെ കമ്പനിയാണെന്ന് പറഞ്ഞ് ഇവളൊന്നും അറിയാത്ത പോലെ അത് ഈയിടയ്ക്കായിട്ട് വാങ്ങിച്ചുള്ളു പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആയി പോയെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കാൻ വരുന്ന അവനും എല്ലാം കംപ്ലൈന്റ് ഉണ്ട് കമ്പനി വിളിച്ചു പറഞ്ഞാൽ മതി അവരൊന്ന് ശരിയാക്കുമെന്ന് പറയും. അല്ലെങ്കിൽ വല്ലതും പ്ലഗിന്റെ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞ് ഇവളെ നോക്കാൻ പറയുമ്പോൾ അവളും പ്ലഗിന്റെ കുഴപ്പമൊന്നുമില്ല അതെല്ലാം ഓക്കെ എന്ന് പറയും. പിന്നെ കമ്പനി വിളിച്ചിട്ടും അവരൊക്കെ ഭയങ്കര ബിസിയാന്ന് പറഞ്ഞ് ഇതൊരാരും ഇവൾക്ക് റിപ്ലൈ പോലും തന്നില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവന്റെ കൂട്ടുകാരന്മാരും എങ്കിൽ പിന്നെ ഈ കമ്പനി അത്രയ്ക്ക് വിശ്വസിക്കാൻ പോരല്ലേ യൂട്യൂബ് എന്റെ അച്ഛന്റെ കമ്പനി നഷ്ടത്തിലേക്കാണോ പോകുന്നത് എന്ന് അവന്മാരെ കളിയാക്കുമ്പം ഇവളാണ് ഉള്ള എല്ലാ കള്ളം പറഞ്ഞ് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെയൊക്കെ യൂട്യൂബ് തന്നെ വീട്ടിൽ വരും വിചാരിച്ചിരിക്കുമ്പം അവനും ഇവളുടെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞ അവൻ ഒരാളെ പറഞ്ഞയക്കാന്ന് പറയും. അതുകൊണ്ട് അവളും മൊത്തത്തിൽ ചമ്മി പോകുമ്പോൾ ഇവളിത് 2ാമത്തെ പ്രാവശ്യം ചീത്തയായി പോകുന്നതെന്ന് പറയും. അങ്ങനെ ആദ്യം ഒന്നും ഒരാൾ ശരിയാക്കി പിന്നീട് വിളിച്ച് റിപ്ലൈ ഇട്ടാത്തേന്ന് പറഞ്ഞ് ഇവൾ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവന്റെ കൂട്ടുകാരന്മാരും എങ്കിൽ പിന്നെ അളിയ നീ തന്നെ ചെന്ന് നോക്കെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ പറഞ്ഞു നോക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ വീട്ടിലുള്ള ഒറ്റയ്ക്കുള്ള അച്ഛനമ്മ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ അച്ഛനമ്മയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവനോട് കള്ളം പറയും. അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ അവന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് അയച്ചിടാൻ പറയും. എന്നിട്ട് ഗെയിം കഴിഞ്ഞിട്ട് അവളാണ് അപ്പം തന്നെ വേറെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവനിപ്പം നേരിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന പറഞ്ഞ് കുറച്ച് ബ്യൂട്ടിഫുൾ ആകാൻ ഇവൾ തീരുമാനിച്ച്. ഇതേ സമയം അവനും ഇവൾ പറഞ്ഞ അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ ഇപ്പം അവിടേക്ക് വരുമ്പം അവളുടെ അസിസ്റ്റന്റ് ആയിരിക്കും ഇവനെ വിളിക്കാൻ വേണ്ടി പോയത്. കാരണം അവൾ ഒരു ആക്ട്രസ് ആയതുകൊണ്ട് പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പോഴാണ് അവനും ഇവളെ കണ്ടിട്ട് നീയാണോ ഗെയിം കളിക്കുന്ന കോട്ടൻ എന്ന് പറഞ്ഞ് അവൻ ഗെയിമിലെ പേര് വെച്ച് ചോദിക്കുമ്പം അവളും ഞാനല്ല അവരകത്തോണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് നാണിച്ചിട്ട് അവനെ വിളിച്ചോണ്ട് അവിടെ ചെല്ലും. അപ്പോഴാണ് ഇവനെ കാണാനുള്ള സന്തോഷം ഇത് ജിങ് അവളും കൂടെ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവളും ഇവൻ എത്തിന്നറിഞ്ഞിട്ട് കുറച്ച് സ്ലോ മോഷനിലൊക്കെ അവനെ തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് ഇവളെ കണ്ട് അവന് മൊത്തം ഷോക്കാകുമ്പം അവള് തന്നെ വിളിച്ചിട്ട് ഇവനെ പുറത്തൊന്ന് വിളിക്കാതിരിക്കുന്ന തെറ്റല്ലേന്ന് പറഞ്ഞ് അതാ വന്നേന്ന് പറയുമ്പം അവന് സന്തോഷത്തി കണ്ടിട്ട് ഇപ്പൊ കുറെ വർഷമായില്ലെന്ന് പറഞ്ഞ് അവളെ നോക്കി പറയും. അപ്പോഴാണ് അവളും ഒരു 10 വർഷമെങ്കിലും ആയി കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് ചിരിച്ച് സംസാരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ആ ശരിയാക്കുള്ള പ്യൂരിഫയർ എന്തെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം ഇവളും കുറച്ച് ചിരിച്ചോണ്ട് സത്യം പറഞ്ഞ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചത് നല്ലോണം വർക്ക്
ചെയ്യുന്നുണ്ട്. അത് പഴയ സാധനമായിരുന്നു കംപ്ലൈന്റ് ആയിപ്പോ. എന്നാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ചുമ്മാ പുറത്തൊരു വാൾക്ക് പോയാലോ എന്നിന് അവള് വിളിക്കുമ്പോൾ അവനും എങ്കിൽ പിന്നെ പുറത്ത് നല്ല തണുപ്പാന്ന് പറഞ്ഞ് ഒരു കോട്ട് ഇട്ടുകൊണ്ട് വരാൻ പറയും. അതിനുശേഷം അവന് ചെറിയ ഡൗട്ടൊക്കെ അടിക്കും ഇവള് മനഃപൂർവ്വം പ്ലാൻ ചെയ്തെല്ലാം വരിപ്പിച്ചാണോന്ന്. എന്നിട്ട് അവളുടെ കൂടെ പുറത്തൊരു വാൾക്കിന് പോകുമ്പോൾ അവളാണ് ഇവനിങ്ങനെ മാസ്ക് ഇടാൻ നടന്ന പിന്നെ ആരെങ്കിലും കണ്ട വല്ല ഫോട്ടോ എടുത്ത് ന്യൂസ് ഇടെന്ന് പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ അവന്റെ മാസ്ക് ഒന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവള് മാസ്ക് എടുത്ത് അവന്റെ കൊടുത്തിട്ട് ഇവള് പറഞ്ഞ വെറുതെ ഇവന് ഭക്ഷണമാണെന്ന് പറയുമ്പോൾ അവന് മാസ്ക് കൈയായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവനതെടുത്തിടും. അതിനുശേഷം അവനും ഇവളെന്തിനാ ഇവന്റെ കൂടെ ഒക്കെ ഗെയിം കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും ആദ്യം ഇവൻ തന്നെയല്ലേ റിക്വസ്റ്റ് ഇട്ടേന്ന് പറഞ്ഞ് ആ കാര്യം ഓർമ്മിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം അവനും എന്നാൽ ഇവളുടെ അക്കൗണ്ട് എങ്ങനെ അവന്റെ ഫ്രണ്ട് ലിസ്റ്റ് വന്നെന്ന് പറഞ്ഞ് അവന് മനസ്സിലാകാതിരിക്കുമ്പോൾ ഇവളാണ് പേടിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവന് വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കാര്യമൊക്കെ ഇവനോട് ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ട് ഇവൻ എന്തോ എല്ലാ കാര്യം മറക്കുവാണെന്ന് പറഞ്ഞ് ഇവൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് നോക്കാൻ പറയുമ്പം അവൻ അറിയാൻ വരും ഇവന്റെ അച്ഛന്റെ എയർ പ്യൂരിഫയർ ആണ് അവൾ ഇപ്പൊ പരസ്യം ചെയ്ത് എല്ലാരും കൂടെ അത് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ സെയിൽസ് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോടനെ ഇവന് ഇതൊക്കെ എന്തിനാ ചെയ്തെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഷോക്കായി അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവനോട് ചുമ്മാ കള്ളം പറഞ്ഞ് വരാൻ പറഞ്ഞ് കൂടാതെ ഇവന്റെ പ്യൂരിഫയർ നല്ലതല്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ചെയ്തതെന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ താങ്ക്സ് എന്ന് തിരിച്ച് അവളോട് പറയും. അപ്പോൾ ഇവള് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകുന്ന പറഞ്ഞേക്ക് ചുമ്മാ അതില്ലെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം അവളാണ് സത്യമായിട്ടും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നുണ്ട്, പക്ഷെ ആ ഗെയിം കമ്പനി ജോലി എന്ന് പറഞ്ഞ കള്ളവ അത് സമ്മതിച്ചെന്ന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്നവനും ഇവളെന്തിനാ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും ആ ഗെയിമിന്റെ മെയിൻ പരസ്യം ചെയ്യുന്നതിന് ഇവളാന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവള് കളിച്ച റെക്കോർഡിങ് അറിയാവുന്ന ഒരു പെങ്കൊച്ച് സോഷ്യൽ മീഡിയ ഇട്ട് ഇവളെ നാറ്റിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ അതിനുവേണ്ടി തന്നെ ഇവള് കോമ്പറ്റീഷൻ അവസാനം പങ്കെടുക്കും പറയും. അങ്ങനെ അതിനുവേണ്ടി ഇവന്റെ സഹായം ചോദിച്ചെന്ന് പറയുമ്പോൾ അവനും എങ്കിൽ പിന്നെ കളിക്കുന്ന മൊത്തത്തിൽ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവളെ കൊണ്ടൊക്കെ പിടിച്ചിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതിനു വേണ്ടിയാ ഇവനെ കോച്ചായിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഓൺലൈൻ അല്ലാതെ നേരിട്ട് ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം എന്തായാലും ഇവൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ ലീവിലുണ്ടെന്ന് അവളോട് പറഞ്ഞ് അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടില്ല വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവനും ഇവള് കളിക്കുന്ന ഒരു അവനെല്ലാം വേറെ ആരോടെങ്കിലും പറയുന്ന ഇവൾക്കൊന്നും പേടില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവൻ അത്രയ്ക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് അവൾ ആ കാര്യം പറയുമ്പോൾ തന്നെ അവൻ മൊത്തത്തിൽ ടച്ചായി ഇവളെ ട്രെയിൻ ചെയ്യാൻ സമ്മതിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ മൊത്തത്തിൽ ഹാപ്പി ആകുമ്പം അവനും പ്രൊഫഷണൽ ഗെയിമേഴ്സ് പോലൊന്നും അവന് കളിക്കറിയത്തില്ല, അതുകൊണ്ട് അവനെ കൊണ്ട് അറിയാമെന്ന് പറഞ്ഞാലെന്ന് പറയുമ്പോൾ തന്നെ അവൾ എങ്കിൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ അവനെ വിളിക്കും. അപ്പോഴാണ് അവനും വീട്ടുകളുടെ അച്ഛനമ്മയുള്ളപ്പോൾ അവൻ വന്ന ഡിസ്റ്റർബൻസ് ആവെന്ന് പറയുമ്പം ഇവൾ അച്ഛനമ്മയൊക്കെ അവരുടെ വീട്ടിലുള്ള അവൾ ചുമ്മാ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പം ഇവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം അവനും അവൾ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇനി ബാക്കി നാളെ പഠിപ്പിച്ചു തരാന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവളെ കൊണ്ട് പുറത്തങ്ങ് വരാൻ പറ്റാത്തതുകൊണ്ട് നാളെ രാവിലെ 9 മണിക്ക് ഇവൻ ഈ വീട്ടിൽ വന്നാൽ മതി എന്ന് പറയുമ്പം അവനും ഓക്കെ പറഞ്ഞിട്ട് അവൾക്ക് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവന്റെ കൂട്ടുകാരന്മാരും അവളുടെ കൂടെ ഓൺലൈനിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഡയറക്റ്റ് വണ്ടി കിട്ടാത്തതുകൊണ്ട് ലേറ്റായി പോയി നാവന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവളും ഇവളെ പഠിപ്പിച്ചോണ്ടല്ലേ അവൻ പോകാൻ താമസിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് ചെറിയ കുറ്റബോധമൊക്കെ തോന്നുമ്പോൾ അതേസമയം അവന്മാരൊക്കെ യൂട്യൂബ് വന്നെല്ലാം കറക്റ്റായിട്ട് ശരിയായി കൊടുത്തതെന്ന് ചോദിക്കും. അല്ലാതെ വല്ല ഉടായ്പാണിച്ചെന്ന് പറഞ്ഞ് ഇവന്മാർ ചുമ്മാ തമാശക്ക് ചോദിക്കുമ്പോൾ അവനും പ്രശ്നമെല്ലാം സോൾവ് ആക്കി ഇപ്പൊ സംഭവം നല്ലോണം വർക്ക് ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് അവന്മാരും എങ്കിൽ പിന്നെ ഞങ്ങളുടെ ചെറുക്കനെ കണ്ടിട്ട് നിനക്ക് ഹാൻസം ആയിട്ടല്ലേ ഫീൽ ചെയ്തോ എന്നിട്ട് അവന്റെ കൂട്ടുകാരോടത്തും ചോദിക്കുമ്പോൾ ഇവളാണ് ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ചുമ്മാ അവനെ കളിയാക്കും. അങ്ങനെ അതിനുശേഷം അവനും മാച്ച് എല്ലാം കഴിഞ്ഞിട്ട് യൂട്യൂബിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൻ അവിടെ നിന്ന് പ്രൊഫഷണൽ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കാരണം നാളെ തൊട്ട് ഇവൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി. ഇത് കണ്ട് കൂട്ടുകാരനും നീ ഇതൊക്കെ കാണാറുണ്ടോന്ന് പറഞ്ഞ് അവനും ചോദിച്ചിട്ട് നമ്മളോട് ഗെയിം കളിക്കുന്ന കോട്ടനെ കാണാൻ എങ്ങനെയാന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് യൂട്യൂബും അവൻ ജിങ്ങിനെ ആലോചിച്ച് നോക്കിയിട്ട് അവള് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഗേളാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവന്റെ കൂട്ടുകാരനും എങ്കിൽ പിന്നെ നിന്റെ അതേ സ്വഭാവം തന്നെ അവൾക്കും നിന്നെ കാണാൻ ഓക്കെ എന്ന് അവള് പറഞ്ഞുള്ളൂ എന്നിന് ഇവൻ പറയുമ്പോൾ തന്നെ അവനും ചിരി വരും. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇവിടെ ജിങ്ങും അവൾ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്ന വഴിക്ക് യൂട്യൂബിന് വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അപ്പോഴാണ് അവനും രാവിലെ തന്നെ ഇവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവൾ ഇവനെ കണ്ട് സന്തോഷത്തി അകത്തേക്ക് കയറി വരാൻ പറയും. അങ്ങനെ അതിനുശേഷം അവളും നമുക്ക് രണ്ടുപേരും കൂടെ ആദ്യം കഴിക്കാന്ന് പറയുമ്പോൾ അവനും കഴിച്ചിട്ടൊന്ന് ഇത് ഇവൾക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാന്ന് പറയും. അപ്പോഴാണ് അവളും ഇത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കിത് ഉച്ചയ്ക്ക് രാത്രിയായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറയുമ്പോൾ അവന് ചെറുതായിട്ട് ഷോക്കായി എങ്കിൽ പിന്നെ എത്ര മണി വരെ ഇവൾക്ക് പഠിപ്പിച്ചു തരേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും രാത്രി ഒരു 9 മണി വരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവന് കുഴപ്പമില്ല, പക്ഷെ ഇവളുടെ കൈ വായന എടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് ചെന്ന് ഇവളെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഗെയിം പ്ലേ കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൾ ഫുഡ് കഴിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ഇവൾ കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവളുടെ അക്കൗണ്ട് ഇപ്പോൾ ഗോൾഡ് റാങ്കിലുള്ളതെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറെ റാങ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവളും ഇന്നലെ ഫുള്ളും സോളോ മാച്ച് കളിച്ച് അവൾ കുറെ മത്സരം വിജയിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഗോൾഡ് ആയതുകൊണ്ട് അത് സിമ്പിളായി പറഞ്ഞ് ഇവന്റെ ഫോണിൽ കളിച്ചു നോക്കാൻ പറയുമ്പോൾ അവളാണ് ഒറ്റയടിക്ക് തന്നെ ആ മത്സരത്തിലും തോറ്റു.
കാരണം ഇവന്റെ റാങ്ക് ഇവളെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് മാച്ച് അത്രയ്ക്കും ടഫായിരിക്കും. അതുകൊണ്ട് ഇവള് വീണ്ടും വീണ്ടും തോറ്റു വന്നുണ്ട് അവനും ആദ്യം നമ്മൾ തമ്മിൽ മത്സരം വെക്കാന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പരസ്പരം ഗെയിം കളിക്കുമ്പം എല്ലാ മത്സരത്തിലും യൂട്യൂബ് ആയിരിക്കും വിജയിക്കുന്നത്. അതുകൊണ്ട് അവൾ അവസാനം മൊത്തത്തിൽ മടുത്തുപോയി. ഒരു തവണ പോലും അവളെ കൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം ഇവൻ അത് കേട്ട് മനഃപൂർവ്വം ഔട്ടായി കൊടുക്കും. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവളും ഞാൻ ഔട്ടാക്കാൻ വേണ്ടി ചോദിച്ചൊന്നല്ല, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് അവൾ പറയുമ്പോൾ തന്നെ അവനെങ്കിൽ പിന്നെ ഇതല്ലാതെ വേറെ ചാൻസ് ഒന്നും തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അടുത്തായിട്ട് അവൾ ഔട്ടാക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഇവന്റെ കൂടെ കളിക്കാൻ പാടാന്ന് പറഞ്ഞ് അവളെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒറ്റ ഗെയിം കളിക്കുമ്പം അവൾ അതിലും തോറ്റു പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ ഇവന്റെ കൊടുത്തിട്ട് ഇവളൊന്ന് വിജയിപ്പിച്ച് തരാൻ പറയുമ്പം അവൻ അവസാന നിമിഷത്തിലും ആ ഗെയിം വിജയിപ്പിച്ചു കൊടുത്തിട്ട് ഇന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ ഓരോ ദിവസവും ഇവൻ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ചുമ്മാ ഒരു ടീം മാച്ച് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ഫോൺ വിളിക്കും. അപ്പോഴാണ് ആ വിളിച്ചാരാന്ന് ജിങ്ങിന്റെ മനസ്സിലാവും. എന്നിട്ട് അവനും പിന്നീട് ഇവളെ പഠിപ്പിച്ചതിന് ശേഷം അവന്റെ എക്സിനെ കാണാൻ വേണ്ടി നേരിട്ട് ചെല്ലുമ്പം അതേസമയം അവളാണ് ഒരു ബിസിനസ്സുകാരായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോണ്ട് ഇവനെ കാണാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അവളും ഇവൻ ജോലി നിർത്താൻ പോകുന്ന കാര്യം അറിഞ്ഞെന്ന് പറയുമ്പം അവനും ജോലിയിൽ നിന്ന് റിസൈൻ ആയില്ല, അവൻ തീരുമാനിച്ചുള്ളെന്ന് അറിയും. അതുകൊണ്ട് തന്നെ അവളും ഈ ജോലിക്ക് വേണ്ടിയല്ലേ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് അറിഞ്ഞ് ഇപ്പൊ അത് തന്നെ ഇവൻ വേണ്ടെന്ന് വയ്ക്കാൻ പോവാണ്. എങ്കിൽ പിന്നെ ആ ബ്രേക്കപ്പ് ഒക്കെ ഒരാവശ്യമില്ലാത്ത പോലെ അവൾക്ക് ഫീൽ ആണെന്ന് അറിഞ്ഞ് ഇവന്റോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും ഒരു കമ്പനിയിൽ നിന്ന് ഇവന് ജോബ് ഓഫർ ഒക്കെ തന്നില്ലെന്നറിഞ്ഞ് അത് ഇവള് ജോലി ചെയ്യുന്ന കമ്പനിയുടെ സെയിം ബിൽഡിംഗ് ആണെന്നറിഞ്ഞ് വേണേ അന്വേഷിക്കാന്ന് പറയുമ്പോൾ അവൻ ആ ജോലിക്കൊന്നും പോകുന്നില്ലെന്നറിഞ്ഞ് അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് അവൾ പുറത്തു നോക്കി ജിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.